ഇവർ വന്നിട്ട് ഇവിടെ വന്നിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആരുമായിട്ട് സഹകരിക്കുകയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആരുമായിട്ട് സഹകരിക്കല്ലേ എടുക്കല്ലെന്ന്. അപ്പം അതിന് ശേഷം ഇതേപോലെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളെന്താണ് ഏതാണെന്ന് എടുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ മുണ്ടേയും ചെയ്യും. 1 മാസത്തേക്ക് മുമ്പേ ആയപ്പോൾ ഇതേപോലെ സുഖമില്ലാതായപ്പോൾ എന്തരേത് ഇവിടെ ഉള്ള 2-3 പേര് തന്നെ സ്ത്രീകൾ തന്നെ അവൾ സുഖമില്ലെന്നും പറഞ്ഞുകൊണ്ട് ആദ്യ ഭാര്യയെ വന്ന് കൊണ്ടുപോകണുണ്ട്. മോളുമായിട്ട് കൊണ്ടുപോയിട്ട് പിറ്റേന്ന് ഇവിടെ വന്ന് അവർ ഇതേപോലെ ഇവിടെ വന്നിട്ട് ആരുമായിട്ട് എടുക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ പോലീസിൽ ഈ ഹെൽത്തിൽ നിന്നൊക്കെ ആളുകൾ അറിയിച്ച് പോലീസുകാർ വന്ന് എല്ലാം ചെയ്തപ്പോൾ അവൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ അയൽവാസിക്കാർക്കൊന്നും യാതൊരു ഇടപാടുമില്ല ഇതിന്. എൻ്റെ ഭാര്യയെ നോക്കാനായിട്ട് എനിക്കറിയാം. പിന്നെ നാട്ടുകാർക്ക് എന്തൊരു കാര്യം, നാട്ടുകാർ കേൾക്കണത് 3 പ്രസവിച്ച സിസറേനല്ലേ, 4ാമതും സിസറേനായിരിക്കുമല്ലോ, ഇവരെന്തിനും അതൊക്കെ അറിയണത്, അത് എനിക്കറിയാം, എൻ്റെ ഭാര്യയുടെ കാര്യത്തെ പറ്റി അറിയാനും എടുക്കാനും എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ ആരുമായിട്ട് സംസാരിക്കില്ല. മരിച്ച പെൺകുട്ടി പുറത്തിറങ്ങി അറിഞ്ഞില്ലായിരുന്നു. വണ്ടി വന്നപ്പോഴാണ് ഇതിനു മുമ്പൊക്കെ സംസാരിക്കും എന്താന്നൊക്കെ കേൾക്കുകയും ചെയ്യും. ഈ 1 മാസത്തിനിപ്പുറം വെച്ച് ഇവനും അവൻ്റെ ഭാര്യയും വിലക്കി കാണും. നാട്ടുകാരായിട്ട് ഇടപെടൽ ഇല്ല. അവളങ്ങ് പൂന്തറ എവിടെയാണ്. അവൾ ഇപ്പോഴാണ് ഒരു 2 ആഴ്ചക്ക് ഇപ്പുറം വെച്ചാണ് അവിടെ അവളെ മോളൊക്കെ വരെയും എടുക്കുകയും ചെയ്യണത്. വന്നിട്ട് പോവും. അവനും വല്ലപ്പോഴും ഒരുക്ക വരണം. ഇതിനു മുമ്പേ അങ്ങനെയല്ല. തള്ളയും ആ 2 മക്കൾ മാത്രം തന്നെ ഒറ്റയ്ക്ക് കിടക്കണത്. അങ്ങനെ കൂട്ടിനായിട്ടുള്ള ആളുകളൊന്നും ഇല്ലായിരുന്നു. അവൻ അങ്ങനെ ഇവിടെ ആളുമായിട്ട് സംസാരിക്കൂല. അപ്പൊ ഈ 1 മാസത്തിനകം സംസാരിച്ചപ്പോൾ ഇവിടെ ഉള്ള 1-2 പേരിട്ട് തന്നെ അവൻ ഇതേപോലെ ഈ ചാനൽക്കാരൻ നിന്നുകൊണ്ട് പറഞ്ഞത്, എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം, ആരും ഇതിന് ഇടപെടണ്ട എന്ന് പറഞ്ഞു. അതിനെ പറ്റി ആരും സംസാരിക്കാൻ പോകില്ല. ഇന്നലെ സംഭവം നടന്നിട്ടൊന്നും അവൻ ഇല്ല. ആദ്യ ഭാര്യയും മോള് മാത്രം തന്നെ ഉണ്ട്. അവക്കുള്ള 3 കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ മൂത്ത കൊച്ചു ഇതൊന്നും അറിയണില്ല, സംഭവമൊന്നും അറിയണില്ല. നമ്മളും ആരും അറിഞ്ഞില്ല. ഒരു അനക്കം പോലും കേട്ടില്ലേ. വണ്ടി വന്ന് സബീറാര വീടാന്ന് പറഞ്ഞ് വണ്ടി വന്നപ്പോഴാണ് നമ്മൾ അറിയണത്. അപ്പം പറയണായിട്ട് അനക്കമില്ല, തള്ളയ്ക്കും കൊച്ചിനും അനക്കമില്ല എന്ന്. അപ്പം ഇവിടെ വെച്ച് അത് മരിച്ചാണ് അതിനെ കൊണ്ടുപോയത്. അവര് ഗുളിയൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ വാങ്ങിക്കൂല, വേണ്ടെന്ന് പറയുമായിരിക്കും. അവരിട്ട് ഇവർ ചൂടായിട്ടുണ്ട്. അതൊന്നും അവർക്ക് ഇഷ്ടമില്ലായിരിക്കും. അങ്ങേരെ പേടിച്ച് അവളെ ഒന്നും ചെയ്യൂല. ഉപേക്ഷിച്ച് കളയണമെങ്കിലാന്നുള്ള ഒരു പേടിയാണ് അവക്കുള്ളത്. അതുകൊണ്ട് അവളുമായിട്ട് യാതൊരു നാട്ടുകാരായിട്ടൊന്നും ബന്ധമില്ല. എന്നാലും നമ്മൾ എപ്പോഴായിരുന്നാലും ആശാവർക്കെല്ലാം പറഞ്ഞിട്ട് ഗവനിച്ചുള്ള രാത്രിയായാലും പകലായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ നോക്കിക്കോളും. ഈ ജനലില്ല കഥവിലൊക്കെ നമ്മൾ നോക്കും.